നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുക. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാന്റാഡ കോസ്റ്റയും അവർക്കൊപ്പം ഉണ്ടാവും. 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും സഹ അധ്യക്ഷത വഹിക്കും. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി ജനുവരി 27-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉർസുല വോണും തമ്മിൽ ചർച്ചകൾ നടത്തും. അമേരിക്കയുടെ താരിഫ് നയങ്ങൾക്കിടയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത്. നാറ്റോയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നത്. രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നുകയറ്റം നടത്തുന്ന ട്രംപിന്റെ നടപടിയോട് കടുത്ത എതിർപ്പാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കുള്ളത്. ഇനി യൂറോപ്പും ഇന്ത്യയും ജപ്പാനും തായ്ലാൻഡും വിയറ്റ്നാം അങ്ങനെ ചൈന വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ട്രംപിന്റെ അഹങ്കാരത്തിന് ഒരു കടുത്ത മറുപടി തന്നെയായിരിക്കും. ചഹബാർ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയും യൂറോപ്പും അതോടൊപ്പം തന്നെ സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള കണക്ഷൻ വീണ്ടും ഒന്നുകൂടി വർദ്ധിക്കും, ഒന്നുകൂടി ഉണരും. ചൈനയുടെ ഓൺ ബെൽറ്റ് ഓൺ റോഡ് ഇനിഷ്യേറ്റീവിന് പകരമായിട്ടാണ് ഇന്ത്യയുടെ ഈ ഒരു പദ്ധതി. ലോകരാജ്യങ്ങൾ കൂടി ഇതിനോട് ഇന്ത്യയുടെ ഭാഗഭാക്കാകുന്നതോടുകൂടി അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇതൊരു കടുത്ത വെല്ലുവിളി തന്നെയാകും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയങ്ങൾക്ക് ചൈനയെ പിന്നെയും വിശ്വസിക്കാം, ട്രംപിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ്, ഒരു കാലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ട്രംപിൻ്റെ അമേരിക്കയെ ലോകം വെറുത്തു കഴിഞ്ഞു, ലോകരാജ്യങ്ങൾ വെറുത്തു കഴിഞ്ഞു. ഇന്നലെകളിൽ വെനസ്വേലയായിരുന്നെങ്കിൽ ഗ്രീൻലാൻഡായി. ഇന്ന് മറ്റേതൊരു രാജ്യത്തിനെതിരെയാണ് ട്രംപിൻ്റെ ഭ്രാന്ത് കടന്നു കയറുന്നത് എന്നറിയില്ല. ആ ഒരു രീതിയിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടി തന്നെയായിരിക്കും വരും കാലം തരാൻ പോകുന്നത് എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.